ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച് പൂരം ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് മേയർ എം കെ വർഗീസ്. ഗുരുവായൂർ ഏകാദശി നാളെ. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. RPFന്റെ സഹായത്തോടെ വടക്കാഞ്ചേരി എക്സൈസാണ് കഞ്ചാവ് പിടികൂടിയത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനവും പച്ചക്കറി ലഭ്യത കുറഞ്ഞതുമാണ് വിപണിയെ ബാധിച്ചത്. വാർത്തകൾ വിശദമായി. പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. മേയർ എം കെ വർഗീസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം തകർക്കാൻ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായും ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച് പൂരം ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മേയർ പറഞ്ഞു. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് അധ്യക്ഷനായിരുന്നു. മേള പ്രമാണിമാരായ കിഴക്കൂട്ട് അനിയൻ മാരാർ, ചെറുശ്ശേരി കുട്ടൻ മാരാർ, കോർപ്പറേഷൻ കൌൺസിലർ എൻ പ്രസാദ്, തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശികുമാർ, പൂരപ്രേമി സംഘം സെക്രട്ടറി അനിൽകുമാർ മേച്ചേട്ടിൽ, വിനോദ് കണ്ടംകാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ സജേഷ് കുന്നമ്പത്ത് നെടുനായകത്വം വഹിക്കുന്ന ശ്രീ കിഴക്കൂട്ട് അനിയന്മാർ, കർഷക നിയമങ്ങൾ ഇളവുകൊണ്ട് പതിവുകാരി പൂരം നടത്തുവാൻ. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ ഉത്തരവിട്ട ജഡ്ജിമാർക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പൂരപ്രേമി സംഘം പരാതി നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെയാണ് പരാതി. മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥെന്ന് പരാതിയിൽ പറയുന്നു. ആന എഴുന്നള്ളിപ്പ് കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണം. കേരളത്തിലെ ആചാരപ്പെരുമ തകർക്കാൻ വിദേശ ഗൂഢാലോചനയുണ്ടെന്നും പൂരപ്രേമി സംഘം പരാതിയിൽ ആരോപിച്ചു. സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് തമിഴ്നാട് നിയമസഭാ നിയമനിർമ്മാണത്തിലൂടെ നിലനിർത്തിയ മാതൃക സ്വീകരിച്ച് കേരളം ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കാനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സുരക്ഷിതമായ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും പര്യാപ്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും അപ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും ഭേദഗതികളുമായി കേരളത്തിന്റെ പൈതൃകമായ ഉത്സവങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ചട്ടങ്ങളിലും നിയമങ്ങളിലും പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഭേദഗതികൾ വരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം. ശിവകാശി ലോബിയുടെ സ്വാധീനമാണ് വെടിക്കെട്ടിനുള്ള പെസോയുടെ നിയന്ത്രണത്തിന് പിന്നിൽ. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിന് ശിവകാശി ലോബിക്ക് നിരോധിത രാസവസ്തു ഉപയോഗിക്കാമെന്നും കേരളത്തിലെ പരമ്പരാഗത വെടിക്കെട്ട് നിർമ്മാതാക്കൾക്ക് അതുപയോഗിക്കാൻ പാടില്ലെന്നും പറയുന്നത് 2 നീതിയാണ്. ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഒഴിവാക്കണമെന്ന് വാദിക്കുന്നവരെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തരുതെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശനിയാഴ്ച കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉത്സവ രക്ഷാ സംഗമം സംഘടിപ്പിക്കും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ, ഉത്സവ പെരുന്നാൾ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, വൈസ് പ്രസിഡന്റ് എ കുമാരൻ, മറ്റു ഭാരവാഹികളായ എൻ സോമൻ നെന്മാറ, ഹരിദാസ് പാടാശ്ശേരി, സി പ്രവീൺ കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ഏകാദശി നാളെ. വ്രതപുണ്യം തേടി 10,000 നാളെ ഗുരുപവനപുരിയിലെത്തും. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ കഴിഞ്ഞ 1 മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. നാളെ ഉദയാസ്തമന പൂജയോടെ ഗുരുവായൂർ ദേവസ്വം വകയാണ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത്. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് പ്രസാദൂട്ട് നൽകും. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക.
ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ ആസ്വാദക മനസ്സുകളെ സംഗീത സാന്ദ്രമാക്കി. ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ശ്രീ ഗണപതിയും എന്ന സൗരാഷ്ട്ര രാഗത്തിലുള്ള ഗണപതി സ്തുതിയോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. തുടർന്ന് ജഗദാനന്ദ കാരക എന്ന നാട്ടരാഗത്തിലുള്ള കീർത്തനം ആദിതാളത്തിലും, ഗൗളരാഗത്തിൽ ദുഡു കുഗലയും, ആരബി രാഗത്തിൽ സാദിൻ ചെനെ എന്നീ കീർത്തനങ്ങളും ആലപിച്ചു. എന്തരോ മഹാനുഭാവലു എന്ന ശ്രീരാഗത്തിലുള്ള അതിപ്രശസ്തമായ കീർത്തനത്തോടെയാണ് സമാപിച്ചത്. ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞ സദസ്സ് ഒന്നാകെ താളമിട്ടും കൂടെ പാടിയും കീർത്തനത്തിനൊപ്പം ചേർന്നു. ചെമ്പൈ സംഗീതോത്സവ വേദിയെ 1 മണിക്കൂറോളം പാട്ടിൻ്റെ പാലാഴിയാക്കിയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. ചേപ്പാട് A.E. വാമനൻ നമ്പൂതിരി, ആനയടി പ്രസാദ്, ഡോക്ടർ ഗുരുവായൂർ കെ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നീ സംഗീതജ്ഞർ വായ്പാട്ടിൽ അണിനിരന്നു. പുല്ലാങ്കുഴലിൽ ഡോക്ടർ P. പത്മേഷ്, G. ശ്രീനാഥ് എന്നിവരും, വയലിനിൽ തിരുവിഴ ശിവാനന്ദൻ, തിരുവിഴ വിജു S. ആനന്ദ് തുടങ്ങിയവരും, പ്രൊഫസർ വൈക്കം P.S. വേണുഗോപാൽ, N. ഹരി, കുഴൽമന്ദം G. രാമകൃഷ്ണൻ എന്നിവർ മൃദംഗത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ ഇടക്കയിലുമായി പക്കമേളമൊരുക്കി. N.K. അക്ബർ MLA, ദേവസ്വം ചെയർമാൻ ഡോക്ടർ V.K. വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, K.P. വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ K.P. വിനയൻ തുടങ്ങിയവർ മുൻനിരയിൽ അണിനിരന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ദശമി വിളക്കാഘോഷിക്കുന്നു. തിരുനാവാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി രൂപീകരിച്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായാണ് ദശമി വിളക്ക് ആഘോഷം. ക്ഷേത്രത്തിൽ പുലർച്ചെ സഹസ്രനാമജപം, ഗൃഗേധ്വജ ജപം, യജുർവേദ ജപം എന്നിവ നടന്നു. തുടർന്ന് നടന്ന കാഴ്ചശിവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഉച്ചയ്ക്ക് നമസ്കാര സദ്യയുമുണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശിവേലിയുണ്ടാകും. സന്ധ്യയ്ക്ക് ദീപാലങ്കാരം, നിറമാല, ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ, ഗുരുവായൂർ വിഷ്ണു മാരാർ, ഗുരുവായൂർ കാർത്തിക് മാരാർ എന്നിവരുടെ തായമ്പകയും നടക്കും. നാരായണാലയത്തിൽ സാധുക്കൾക്ക് അന്നദാനം, നാരായണീയ പാരായണം, മധുര പലഹാര വിതരണം എന്നിവയുമുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങളാണ് ദേവസ്വം ഭരണസമിതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ആചാര ലംഘനമാണെന്ന് ഹർജിയിൽ പറയുന്നു. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിൽ നടത്താറുള്ള ഉദയാസ്തമന പൂജ ദേവസ്വം നേരിട്ടാണ് നടത്താറുള്ളത്. തിരക്ക് കണക്കിലെടുത്ത് ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാനാണ് ഉദയാസ്തമന പൂജ മാറ്റിയതെന്നാണ് ദേവസ്വം ഭരണസമിതിയുടെ നിലപാട്. ഇതേ തുടർന്ന് ഉദയാസ്തമന പൂജ നവംബർ 12-ന് നടത്തിയിരുന്നു. ദേവസ്വം ഭരണസമിതി തീരുമാനത്തിൽ ഇടപെടാനാവില്ലെന്നാണ് ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. നാട്ടിക പഞ്ചായത്ത് 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. തൃപ്രയാർ AUP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. വാർഡിൽ 1516 വോട്ടർമാരാണുള്ളത്. വോട്ടെണ്ണൽ നാളെ നാട്ടിക പഞ്ചായത്ത് ഹാളിൽ നടക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. BJP സ്ഥാനാർത്ഥിയായി ഗീതാറാണി, UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ്
പൂശപ്പള്ളിയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 2 ബൂത്തുകളിലായാണ് പോളിംഗ് നടന്നത്. കുന്നംകുളം ചൊവ്വന്നൂർ മാർത്തോമ സ്കൂൾ, മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത്. പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോണിന്റെ നിര്യാണത്തെ തുടർന്നാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സെബി മണ്ടുമ്പാൽ, CPM സ്ഥാനാർത്ഥിയായി ആഷിഖ്, NDA സ്ഥാനാർത്ഥിയായി സുമേഷ് കളരിക്കൽ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ നിന്നാണ് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ പാർട്ടിയും സംയുക്തമായി കഞ്ചാവ് പിടികൂടിയത്. ഖോരഗ്പൂരിൽ തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന രപ്തിസാഗർ എക്സ്പ്രസിലെ AC കോച്ചിലെ ബാത്റൂമിന് സമീപത്തു നിന്നാണ് ഷോൾഡർ ബാഗിൽ 1 കിലോ തൂക്കം വരുന്ന 5 പാക്കറ്റുകളിലായി 5 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടിച്ചത്. പ്രതികൾക്കായി ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ CS സുരേഷ്, AR സുരേഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് CM സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR പ്രശോഭ്, അർജുൻ PR, നിതീഷ് KC എന്നിവരും റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം സബ് ഇൻസ്പെക്ടർ AD ദീപക്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, N അശോക് എന്നിവരും പങ്കെടുത്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് വ്യാപകമായ തോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യവും മയക്കുമരുന്നും കടന്നു വരുന്നു എന്നുള്ള വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും RPF പാലക്കാട് CIB പാർട്ടിയും സംയുക്തമായി ട്രെയിനുകളിൽ പരിശോധനയും മറ്റും പ്ലാൻ ചെയ്ത് നടത്തി വരുന്നതിൻ്റെ ഭാഗമായി ഇന്ന് 11-ഓടുകൂടി വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്ന രപ്തിസാഗർ എക്സ്പ്രസ്സിൽ AC കോച്ചിൻ്റെ ശുചിമുറിയോട് ചേർന്ന് ഒരു ബാഗ് ഇരിക്കുന്നത് കാണുകയും ആയത് പരിശോധിച്ചതിൽ നിന്ന് 5 പാക്കറ്റുകളിലായി 5 കിലോ 200 ഗ്രാം തൂക്കം വരുന്ന 5 പാക്കറ്റുകളിലായി ഉണ്ടായിരുന്ന കഞ്ചാവ് പിടികൂടുകയുണ്ടായി. പ്രതികളായി ആരെയും കണ്ടെത്തിയിട്ടില്ല. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം RPFുമായി ചേർന്ന് തുടരുന്നതാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചു. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പച്ചക്കറി ലഭ്യത കുറഞ്ഞത് വിപണിയെ ബാധിച്ചു. മണ്ഡലകാലമായതിനാൽ പച്ചക്കറി ഉപഭോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ കിലോയ്ക്ക് 300 രൂപയ്ക്ക് മുകളിലാണ് വില. 2 മാസം മുമ്പ് കിലോയ്ക്ക് 40 രൂപയായിരുന്നു വില. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവയ്ക്ക് കിലോയ്ക്ക് 80 രൂപയിലെത്തി. തക്കാളി, പച്ചക്കായ എന്നിവയ്ക്കും വിലയേറിയിട്ടുണ്ട്. 1 മാസം മുമ്പ് കിലോയിന് 40 രൂപയുണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിനും വില കൂടി. നിലവിൽ 70 രൂപയാണ് 1 കിലോ നേന്ത്രപ്പഴത്തിന്റെ വില. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ബാങ്കിൽ പരിശോധനയ്ക്കായി എത്തി. ഇന്ന് രാവിലെയാണ് ബാങ്കിൽ ED അധികൃതർ എത്തിയത്. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ED ശേഖരിച്ചത്. അനധികൃത വായ്പയെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ബാങ്കിലെത്തി അനധികൃത വായ്പ എടുത്തവരുടെ മേൽവിലാസം ശേഖരിച്ചത്. കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു. എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം സ്ഥലത്തിനില്ലെന്ന് വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് EDയുടെ തീരുമാനം. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ നൌഷാദ് എന്ന സത്യവേലാണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ഈ മാസം 4-നാണ് പുലർച്ചെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വേലുപാടം സ്വദേശിയുടെ ബൈക്ക് മോഷണം പോയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ബൈക്ക് കാണാതായത്. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ FTU ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രതിഷേധിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PM ഷാജഹാൻ, K മുരളി, CV തോമസ്, KK മുരളി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.
മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷിക അനുസ്മരണ യോഗം തൃശൂർ DCC ഓഫീസിൽ നടന്നു. CN ബാലകൃഷ്ണന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുൾ റഹ്മാൻ കുട്ടി, മുൻ MLA PA മാധവൻ, CB ഗീത, TV ചന്ദ്രമോഹൻ, ജോൺ ഡാനിയേൽ, CO ജേക്കബ്, CC ശ്രീകുമാർ, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നത് കാലഘട്ടം തൃശൂർ ജില്ലയിൽ CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടന്നു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ജിജോ കുര്യൻ, DCC ജനറൽ സെക്രട്ടറി PJ രാജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TV സണ്ണി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, അഡ്വക്കേറ്റ് TS മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന CN അനുസ്മരണം DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ബാബു കണ്ണനാക്കൽ, CK ഹരിദാസ്, EP ജയപ്രകാശ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS സുജീഷ്, M ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. SA ആസാദ്, ബുഷറ റഷീദ്, ഡേവിഡ് സ്റ്റീഫൻ, ജയൻ മംഗലം, ജോണി ചുറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കടുത്ത ദുർഗന്ധമാണ് പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏതാനും ദിവസം മുൻപ് മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ തുരങ്കത്തിന് സമീപം മാലിന്യം നിക്ഷേപിച്ചത് പരാതിക്കിടയാക്കിയിരുന്നു. SYS പ്ലാറ്റിനം ഇയർ സമാപനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി, സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ PSK മൊയ്തു ഭാഗവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് ഡിവിഷൻ 41 ഗ്രാമസഭാ ഹാൾ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർ K അജിത് കുമാർ ആരോപിച്ചു. മുണ്ടത്തിക്കോട് പഞ്ചായത്തായിരുന്നപ്പോൾ പ്രദേശത്തെ പൊതുപരിപാടികൾ, ഗ്രാമസഭകൾ, കുടുംബശ്രീ യോഗങ്ങൾ തുടങ്ങി കാര്യങ്ങൾക്കായി 13 ലക്ഷം രൂപ ചിലവ് ചെയ്ത് നിർമ്മിച്ചതാണ് ഹാൾ. നിരവധി തവണ ഡിവിഷൻ സഭയിലും നഗരസഭാ ജനറൽ കൌൺസിൽ യോഗത്തിലും പരാതി പറഞ്ഞിട്ടും വീണ്ടും മാലിന്യം കുന്നുകൂടുകയാണെന്നും ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ പ്രതികാരം എന്ന രീതിയിൽ വീണ്ടും ലോഡ് കണക്കിന് മാലിന്യം കൊണ്ടുവന്നിടുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ വിവിധ ട്രേഡ് യൂണിയൻ അംഗങ്ങളായ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ സംഘടിതമായി ആക്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിഷേധവുമായി ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ രംഗത്ത്. 10,000-ഓളം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരാണ് കേരളത്തിലുള്ളത്. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ വളഞ്ഞുവെച്ച് ആക്രമിക്കുന്ന പ്രവണത ഏറിവരുന്ന സാഹചര്യമാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് മിനിമം വേതനം, ബോണസ്, ഗ്രാറ്റുവിറ്റി, PF എന്നിവ നടപ്പാക്കണമെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് TRS കുമാർ, പ്രസിഡന്റ് KT സാഹിർ, ജനറൽ സെക്രട്ടറി ജിജോ സക്കറിയ, മറ്റ് ഭാരവാഹികളായ നവാസ് പൊന്നാനി, CJ റോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുഴയ്ക്ക് കുറുകെ തടകെട്ടി സ്വന്തമായി നിർമ്മിച്ച തോട്ടിലൂടെ കൃഷിക്ക് വെള്ളം എത്തിച്ച ബ്രിട്ടീഷുകാരൻ കോലാഫും സായിപ്പിന്റെ സൂത്രവിദ്യയ്ക്ക് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കം. കാലപ്പഴക്കത്താൽ ക്ഷയിച്ചുപോയ ജലസേചന പദ്ധതി പുനരുദ്ധരിക്കാനുള്ള ശ്രമത്തിൽ പരിയാരം പഞ്ചായത്തിലെ കൊന്നക്കുഴി നിവാസികൾ. ചാലക്കുടിപ്പുഴയിലെ കൊന്നക്കുഴിയിൽ എച്ചിപ്പാറയിലായിരുന്നു ബ്രിട്ടീഷ് കാലത്തെ വിസ്മയമായിരുന്ന ജലസേചന പദ്ധതി. മറുകരയിലെ ഏഴാറ്റുമുഖത്തുനിന്ന് പുഴയ്ക്കു കുറുകെ സുർക്കിയും പാറക്കല്ലും കെട്ടിപ്പൊക്കി
എച്ചിപ്പാറ വരെ തടയണ നിർമ്മിക്കുകയായിരുന്നു PC കോലാഫൂം സായിപ്പ്. പുഴയോരത്തുനിന്ന് പാറ ഇടുക്കിലൂടെ പുറത്തെത്തുന്ന വെള്ളം 4.5 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച തോട്ടിലൂടെ സുഗമമായി കൃഷിയിടത്തിൽ എത്തിയിരുന്നു. പുഴയിലെ ജലവിധാനം കൂടി തോട്ടിൽ പെട്ടെന്ന് ഉയരുന്ന വെള്ളം വീണ്ടും പുഴയിലേക്ക് തിരിച്ചുവിടുന്നതിന് ഇടയ്ക്കിടെ ഷട്ടറുകളും ഘടിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം സായിപ്പ് തന്റെ ഭൂമിയെല്ലാം സ്വന്തക്കാർക്ക് ഇഷ്ടദാനവും നാട്ടുകാർക്ക് തീറുമായി നൽകി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പുഴയിലെ തടയണ ശേഷിപ്പായി ഒതുങ്ങി. 1980 കാലഘട്ടത്തിൽ പുഴയിൽ നിന്നും തോട്ടിലേക്ക് വെള്ളമെത്തുന്ന പ്രക്രിയയും നിലച്ചു. പുഴയിൽ നിന്നും നേരിട്ട് കനാൽ അവസാനിക്കുന്ന കൊന്നക്കുഴി പള്ളി വരെ വെള്ളം എത്തുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി പ്രദേശത്തെ കർഷക കൂട്ടായ്മ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിലവിലെ തോട് സംരക്ഷിക്കുന്നതിന് ചൊവ്വാഴ്ച 40ഓളം കർഷകർ ശ്രമദാനവും നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഭൂവുടമയായിരുന്ന സായിപ്പ് എൻ്റെ സ്വന്തം ബുദ്ധിയിലും പ്രയത്നത്താലും വെള്ളത്തിന് വേണ്ടിയാണ് സായിപ്പ് അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. യന്ത്രങ്ങളോ ഒരു വാഹനങ്ങളോ ഒന്നും വരാത്ത കാലഘട്ടത്തിൽ പുഴയിൽ പാറമ തമരടിച്ച് കോൺക്രീറ്റ് ഉറപ്പിച്ച് സായിപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇപ്പോൾ അതിനുശേഷം വന്ന സർക്കാരുകളൊന്നും ഇതിലേക്ക് കാര്യമായ ശ്രദ്ധകൾ കൊടുത്തില്ല. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളവും കാർഷിക വിളകൾക്ക് അനുഗ്രഹവുമാകുന്ന സായിപ്പിന്റെ തോട് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുന്നതിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് മലയോര കർഷക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ സായിപ്പിൻ്റെ തോട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിക്കാതെ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ഫണ്ട് അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ നാളെ കർഷകർ ഒരുമിച്ചിറങ്ങി ഈ തോട് ക്ലീൻ ചെയ്യാൻ നടക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV ചാലക്കുടി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്ത വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രതിജ്ഞയിൽ ഒപ്പുചാർത്തി. സ്കൂൾ ലീഡർ അഖില ദിപേഷ് നയിച്ച പരിപാടിയിൽ പ്രധാനാധ്യാപിക KK സുമ, PTA പ്രസിഡന്റ് KM ഹസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ KP സജയൻ, അധ്യാപകരായ NT ശ്രീജ, TR ശ്രീകല എന്നിവർ സംസാരിച്ചു. സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ A. ശ്രീധരമേനോൻ ജന്മശതാബ്ദി വർഷ ഉദ്ഘാടനവും ചരിത്ര സെമിനാറും തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ കുര്യാസ് കുമ്പഴക്കുഴി ഉദ്ഘാടനം ചെയ്തു. സഹൃദയവേദി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ, K. രാമചന്ദ്രൻ, PMM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ ശതാബ്ദി സ്മാരകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളവും സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയും ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ CF ഷാജു അധ്യക്ഷനായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് മുസ്തഫ, MA മദർ PTA പ്രസിഡന്റ് വിജയ, പ്രോഗ്രാം കൺവീനർ ബ്രിൻഡോ KA, ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രവീൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര തണൽ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ചോല എന്ന പേരിൽ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനശാല തുറന്നു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തണൽ ഡയറക്ടർ S. ഉഷ, ജൈവ കർഷകൻ V. വിനയൻ, കാർഷിക ശാസ്ത്രജ്ഞ ഡോക്ടർ P. പുഷ്പലത, മറ്റത്തൂർ ജൈവ കർഷക സമിതി സെക്രട്ടറി PV വേലായുധൻ, സലീം അലി ഫൗണ്ടേഷൻ പ്രവർത്തക MC നിഷ തുടങ്ങിയവർ സംസാരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിലർ C. അനസ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മുഹസിൻ പാടൂർ, ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ PP ജമാൽ, നഫീസ, ആമില, PA നസീം, PM മുനീർ, ആസിയ ചാവക്കാട്, ഷബ്ന സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KA അനീഫ ഉദ്ഘാടനം ചെയ്തു. TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NM അഷ്റഫ്, VK ജോഷി, സാംസ്കാരിക വേദി കൺവീനർ KM ബേബി, വനിതാവേദി കൺവീനർ CC വത്സല തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള സമരപരിപാടികൾ നടത്തുന്നത് നമ്മളിതിനു മുമ്പ് കഴിഞ്ഞ 22-23 കാലഘട്ടത്തിൽ ഇന്ന് വെച്ച എല്ലാ ഡിമാൻഡുകളും.
വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചെങ്ങാലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. പുതുക്കാട് പഞ്ചായത്ത് 9-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാലൂർ KSEB ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം. ബ്ലോക്ക് സെക്രട്ടറി ജോയ് വല്ലച്ചിറ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് ചെതലൻ അധ്യക്ഷത വഹിച്ചു. മോഹനൻ പാലപ്പറമ്പിൽ, ജസ്റ്റിൻ ആറ്റുപുറം, അർജുൻ സുരേഷ്, ഷാജു ആറ്റുപുറം, ജോസഫ് പള്ളത്ത് എന്നിവർ സംസാരിച്ചു. ജനജീവിതം ദുരിതപൂർണമാക്കുന്ന അന്യായമായ വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വൈദ്യുതി ലഭ്യതയുടെ ലാഭകരമായ കരാറുകൾ നിലനിർത്താൻ കഴിയാത്ത KSEBയുടെ പിടിപ്പുകേടാണ് ഇപ്പോൾ സംജാതമായത്. ഇതുമൂലം സാധാരണ ജനങ്ങളുടെയും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെയും സ്ഥിതി വീണ്ടും ദുരിതപൂർണമായി മാറുമെന്ന് യോഗം വിലയിരുത്തി. ഇപ്പോൾ 16 പൈസയും 3 മാസം കഴിഞ്ഞാൽ 12 പൈസയുടെയും വർധന ഒന്നിച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വില വർധനവിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ജനം വലയുമ്പോൾ ഈ വർധന കുടുംബ ബഡ്ജറ്റിന് ഇരുട്ടടിയായി തീരുമെന്നതിനാൽ വൈദ്യുതി വർധനവ് പിൻവലിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് യോഗം ആവശ്യപ്പെട്ടു. അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിഡ്, ട്രഷറർ റോണി അഗസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, ലീല വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ആന്റോ തൊറയൻ എന്നിവർ സംസാരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പ് നടത്തി. വെങ്കിടങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി പഞ്ചായത്തുകളിലെ കർഷകരും കർഷക തൊഴിലാളികളും ഉപയോഗിക്കുന്ന ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ കേടുപാടുകൾ തീർക്കലും സർവീസുമാണ് ക്യാമ്പിൽ നടന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അധ്യക്ഷയായിരുന്നു. മുല്ലശ്ശേരി കൃഷിഭവൻ കൃഷി ഓഫീസർ J. അമല, കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ S. ജയപ്രദീപ്, സർവീസ് ക്യാമ്പ് കോർഡിനേറ്റർ S. അഭിലാഷ് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം പ്രതിനിധി സമ്മേളനവും കുടുംബസംഗമവും ഈ മാസം 21, 22 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 21-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനും 22-ന് നടക്കുന്ന കുടുംബസംഗമം പാർട്ടി ചെയർമാൻ PJ ജോസഫും ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ മിനി മോഹൻദാസ്, മറ്റ് സംഘാടകരായ PT ജോർജ്, MK സേതുമാധവൻ, C. ജോയ് തോമസ്, ജോസ് ചെമ്പകശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് ജോയിന്റ് സെക്രട്ടറി ശക്തിധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചാക്കോച്ചൻ, രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം തോമസ്, ഹരിനാരായണൻ, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഗവർണർ 4 നിർദ്ദേശങ്ങൾ അന്ന് ജീവനക്കാരുടെ മുമ്പിൽ വെച്ചു. വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായ ചലച്ചിത്രങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്ന സ്കൂൾ ടാക്കീസ് തൊയക്കാവ് വെസ്റ്റ് ALP സ്കൂളിൽ ആരംഭിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം ദശാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിദ്യാലയത്തിൽ സ്കൂൾ ടാക്കീസ് പരിപാടി ആരംഭിക്കുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മെമ്പർ ജെസി റാഫേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ആന്റോ T. ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ദീപക് വർഗീസ്, പ്രധാന അധ്യാപകൻ റാഫി നീലങ്കാവൽ, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, മുൻ പ്രധാന അധ്യാപിക ഷെൽവി ജോസ്, TT വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി, ശ്രീനാരായണപുരം വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, മിനി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു.
ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ബാങ്ക് പ്രസിഡന്റായി CPM-ലെ RA അബ്ദുൽ ഹക്കീമിനെയും വൈസ് പ്രസിഡന്റായി CPI-ലെ ഷാജി കാക്കശ്ശേരിയെയും തെരഞ്ഞെടുത്തു. മുല്ലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടർ KM സുഭാഷ് ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളായ PG സുവിദാസ്, ആഷിഖ് വലിയകത്ത്, TK ചന്ദ്രൻ, TC മോഹനൻ, BR സന്തോഷ്, CF രാജൻ എന്നിവർ സംസാരിച്ചു. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനായി ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന പ്രണാമം 2025 പരിപാടിയുടെ ഭാഗമായി വിവിധ ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു. തൃശൂർ ജില്ലയിലെ പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വാർത്താചിത്രത്തിനും ജില്ലയിലെ സ്ത്രീ പുരുഷ വാർത്താ അവതാരകർക്കും ഓൺലൈൻ വാർത്തയ്ക്കുമായാണ് പുരസ്കാരം നൽകുക. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 6 വരെ പത്രങ്ങളിൽ തൃശൂർ ജില്ലാ പരിധിയിൽ പ്രസിദ്ധീകരിച്ച പ്രാദേശിക പത്ര റിപ്പോർട്ടർമാരുടെ മികച്ച ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിക്ക് ജനയുഗം ദിനപത്രം മുൻ ലേഖകൻ CK പള്ളി സ്മാരക പുരസ്കാരമാണ് സമ്മാനിക്കുക. എൻട്രികൾ 2024 ഡിസംബർ 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി ലഭിക്കണം. പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും ജനുവരിയിൽ ചാലക്കുടിയിൽ നടക്കും. ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, ഭാരവാഹികളായ അക്ഷര ഉണ്ണികൃഷ്ണൻ, റോസ്മോൾ ഡോണി, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, വിൽസൺ മേച്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് ഇംഗ്ലീഷിൽ രചിച്ച ആദ്യ പുസ്തകത്തിന്റെ പ്രകാശനവും പ്രഥമ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പ്രഥമ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പുരസ്കാരം കോൺഗ്രസ് നേതാവ് TN പ്രതാപന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സമ്മാനിക്കും. പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് ഡോക്ടർ P ഹരിശങ്കർ എഴുതിയ എ പോൾ ഫ്രം റെനൈസ്റ്റൻസ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും PS ശ്രീധരൻപിള്ള നിർവഹിക്കും. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, ശ്രീകുരുവ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് PB മുരളി മോഹൻ, വായനശാല ഭാരവാഹികളായ NH സാംസൺ, KH കലേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ജനാർദ്ദനൻ റോഡിലെ കാന നിർമ്മാണത്തിന്റെ പൂർത്തീകരണം ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം CP സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. സ്വർണ്ണവില പവന് 600 രൂപ വർദ്ധിച്ച് 57,640 രൂപയായി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 7,205 രൂപയുമായി. ഇന്നലെയും സ്വർണ്ണവില ഉയർന്നിരുന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. വാണിജ്യം. കേരളത്തിലെ പ്രശസ്ത ക്യാമറ ഡീലേഴ്സ് ആയ സിയോൺ ക്യാമറാസ്, നിമ്മീസ് ക്യാമറ സെന്റർ, ക്യാമറ പോയിന്റ് എന്നിവയുടെ സംയുക്ത സംരംഭമായ ക്യാംസോൺ തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. ഇന്ത്യയിൽ ലഭ്യമായ ക്യാമറകളും ക്യാമറ ആക്സസറീസും മിതമായ വിലയിലും ഫിനാൻഷ്യൽ സൗകര്യത്തോടെയും സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ക്യാംസോൺ ഈ നൂതന സംയുക്ത സംരംഭത്തിലൂടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സോണി, കാനോൺ, നിക്കോൺ, പാനാസോണിക് തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ക്യാമറകളും എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ജിംബൽസ്, മൈക്കുകൾ, ലൈറ്റുകൾ, ഐമാക്, CCTV തുടങ്ങിയ വിവിധ ക്യാമറ ആക്സസറീസുകളുടെയും വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നത്. TB റോഡിലെ കാസിനോ ഓഡിറ്റോറിയം കോംപ്ലക്സിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഹലോ മമ്മി സിനിമയുടെ സംവിധായകൻ വൈശാഖ് എലൻസ് നിർവഹിച്ചു. രഞ്ജിത്ത് വേണുഗോപാൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ക്യാംസോൺ പാർട്ട്ണർമാരായ സിയോൺ ക്യാമറ സാരഥി ചാർലി, നിമ്മീസ് ക്യാമറ സെന്റർ സാരഥി സോജൻ, ക്യാമറ പോയിന്റ് സാരഥി ദിഹിന്ദ്, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, ജില്ലാ സെക്രട്ടറി ലിജോ P ജോസഫ്, തൃശൂർ മേഖലാ പ്രസിഡന്റ് CP ബെന്നി, സെക്രട്ടറി KK രാജേഷ്, ക്യാംസോൺ ജീവനക്കാർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്യാമറകളുടെയും ആക്സസറീസുകളുടെയും വിൽപ്പനയ്ക്കും അപ്പുറം ഏവരിലെയും ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വയം ശാക്തീകരിക്കപ്പെടുക എന്ന വലിയ ലക്ഷ്യവുമായാണ് ക്യാംസോണിന്റെ പ്രവർത്തനം. വർഷങ്ങൾ നീണ്ട വിശ്വസ്തതയാർന്ന പ്രവർത്തന പാരമ്പര്യമാണ് ക്യാംസോണിന്റെയും മുഖമുദ്ര. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7195, പവന് 57,560. വെള്ളി ഗ്രാമിന് 101, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച പൂരം ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് മേയർ എം കെ വർഗീസ്. ഗുരുവായൂർ ഏകാദശി നാളെ. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെണ്ണൽ നാളെ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. RPFന്റെ സഹായത്തോടെ വടക്കാഞ്ചേരി എക്സൈസാണ് കഞ്ചാവ് പിടികൂടിയത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനവും പച്ചക്കറി ലഭ്യത കുറഞ്ഞതുമാണ് വിപണിയെ ബാധിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.